ഹസൻ, ഇത് നജീബ്, കുതിര കച്ചവടക്കാരാണ്. എവിടെ കുതിരകൾ? കൊണ്ടുവന്നൊക്കെ വിറ്റു. നാടേത്? ഞങ്ങള് കെയ്റോ അല്ല, കെയ്റോയ്ക്കും അപ്പുറത്ത് അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയ. മഹാരാജാവേ, ഇവർ പറഞ്ഞത് അത്രയും കളവ്. ഇനി മാറ്റി പറയരുത്. ഒരുവൻ വസ്ത്രക്കാരൻ ആലി ഷാഹർ ആനക്കൊമ്പിന്റെ കച്ചവടമായി തുടങ്ങിയതുകൊണ്ട് കൊമ്പനാലി എന്നിപ്പോഴും പേര്. പെൺകുട്ടികളെ അടിമകളാക്കി മൊറോക്കോവിലേക്കും അബിസീനയിലേക്കും കയറ്റി അയക്കലാണ് ഇവന്റെ തൊഴിൽ. ഇവന് വേണ്ടി പെൺകുട്ടികളെ തെരഞ്ഞു നടക്കുന്നതും ചതിയിൽപ്പെടുത്തുന്നതുമൊക്കെ ഈ കൂടെയുള്ളവനാണ്. പേര് റഷീദ്. ഈ പറഞ്ഞതല്ലേ സത്യം? അല്ലേ? മന്ത്രമണലിൽ ഇവന്റെ കോട്ട ഞാൻ കാണുന്നു. 100 പട്ടാളക്കാർ അവിടെ പോയി എല്ലാ പെൺകുട്ടികളെയും മോചിപ്പിക്കണം എന്നാണ് എന്റെ അപേക്ഷ. പൊന്നും പണവുമെല്ലാം അവർക്ക് പങ്കിട്ടു കൊടുക്കുക. അകമ്പടി സഹിതം അവരെ അതാത് വീടുകളിൽ എത്തിക്കുക. ഇതൊരു രാജകൽപ്പനയാണ്. ഇവരെ കല്ലറയിലിട്ട് ദിവസം 60 ചാട്ടവാറടി. അടിമക്കച്ചവടക്കാരെ പോലെ നികൃഷ്ടർ വേറെയില്ല. 60 മതിയോ എന്നേ സംശയമുണ്ട്. ചാട്ടം നനച്ചടിക്കണം. ഒരാൾ അടികൊള്ളുന്നത് മറ്റവൻ കാണണം. എന്നാലേ തന്റെ ഊഴം വരുമ്പോഴത്തെ വേദനയ്ക്ക് കാഠിന്യം കൂടൂ. മേലിലില്ല. ചാക്ക് കണക്കിന് പണം തന്നാലും ഈ പണിക്ക് ഞാനില്ല. ഇന്നത്തെ അടി കൂടി കൊണ്ടു കഴിഞ്ഞാ എന്റെ പ്രാണം പോവും. ചതിച്ചത് ഈ തള്ളയ മഹാഭാവി. പഴത്തില് മയക്കുമരുന്ന് വെച്ച് ചതിച്ചത് പുണ്യമായിരുന്നു എന്റെ മോനെ. തണ്ടും തടിയുള്ള ആണുങ്ങളെയും അടിമകളാക്കി വിൽക്കാറുണ്ടില്ലേ? പക്ഷെ നിങ്ങളെ ഇങ്ങനെ തന്നെ നിർത്തുന്നു. സൗകര്യങ്ങളൊക്കെ ഇല്ലേ ആലി ഷാഹർ?
1 വർഷം കഴിഞ്ഞു പോയതറിഞ്ഞില്ല. പ്രജകളൊക്കെ സംതൃപ്തർ. ഗോത്രവർഗക്കാർക്ക് വേണ്ടിയും ചിലത് ചെയ്യാനുണ്ട്. ഒരു മോഹം കൂടി ബാക്കിയുണ്ട്. കുറെ നാളായി ഞാനത് മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. അവിടുന്ന് കൽപ്പിക്കണം, നമുക്ക് നടപ്പിൽ വരുത്താം. ഇത് കുടുംബകാര്യമാണ്. അടുത്ത അവകാശിയെ പ്രഖ്യാപിക്കണം. പിന്നെ വായന, ഗ്രന്ഥരചന എനിക്ക് സ്വൈരമായിട്ടിരിക്കണം. ഈ ഇടയ്ക്കൽപ്പം ചതുരങ്ങൊക്കെ ആവാം. വേറൊന്നും വയ്യ. എന്റെ ഏകപുത്രിയെയും ഈ രാജ്യത്തെയും ഏൽപ്പിക്കാൻ അർഹതയുള്ള മറ്റൊരാളെ ഇനി അന്വേഷിക്കേണ്ടതില്ല. സമീർ, നീയാണ് എന്റെ അവകാശി. തിരുമേനി, എന്റെ ചില സാഹചര്യങ്ങൾ. വംശം, കുടുംബം, പാരമ്പര്യം ഒന്നും എനിക്ക് അന്വേഷിക്കേണ്ടതില്ല. രാജകുമാരിക്കും അതിൽ പരം മറ്റൊരാഗ്രഹമില്ല. കണ്ടപ്പോഴേ അവൾ അനുരാഗ വിവശയായി എന്ന് രാജ്ഞി എന്നോട് പറഞ്ഞു. വിവാഹകാര്യം ഞാൻ സംസാരിക്കാത്തതിൽ അന്തഃപുരം കുറച്ച് അസ്വസ്ഥമാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോയാൽ അത് കലഹം തന്നെയായി മാറും. സ്ത്രീഹൃദയത്തെ പറ്റി ഹത്തിൻതായി പറഞ്ഞ വരികളുണ്ടല്ലോ. മുഹാവിയായെ അഭിസംബോധന ചെയ്യുന്ന വരികൾ ഓർമ്മ വരുന്നില്ല. ഏയ്, ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. പോയി കഴിക്ക്. ഇവിടെ ആരും വിശന്നിരിക്കരുതെന്നാണ് വ്യവസ്ഥ. എഴുന്നേക്ക്, കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പനയുണ്ട്. എൻ്റെ പേര് മൻസൂർ. എൻ്റെ പിതാവ് കൽബീസ് നഗരത്തിലെ വലിയൊരു വ്യാപാരിയായിരുന്നു. എൻ്റെ തെറ്റുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ എന്നെ സഹായിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അവളെ എനിക്ക് നഷ്ടമായി. മന്ത്രമണൽ വരുത്തട്ടെ. വേണ്ട, കുറെയൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. സ്വരം കേട്ടാൽ എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഇയാൾക്ക് ആഹാരവും മാറ്റാൻ വസ്ത്രങ്ങളും കൊടുക്കൂ. സത്യം മുഴുവൻ പറയിപ്പിക്കാം.